ಮಾಜಿ ಇಂಡಿಯನ್ ಏರ್ಫೋರ್ಸ್ ಉದ್ಯೋಗಿ ಮೇಲೆ ಹಲ್ಲೆ ಆರೋಪ. ಮಂಗಳೂರು ಸೆಂಟ್ರಲ್ ರೈಲ್ವೆ ನಿಲ್ದಾಣದಲ್ಲಿ ಆಗಿರುವಂಥ ಘಟನೆ ಇದು. ನೀಲೇಶ್ವರದ ಸುರೇಶನ್ ಎಂಬುವರ ಮೇಲೆ ಆರ್ಪಿಎಫ್ ರೈಲ್ವೆ ಸಿಬ್ಬಂದಿ ಹಲ್ಲೆಯನ್ನು ಮಾಡಿದ್ದಾರೆ. ಅಂದರೆ ಏರ್ಫೋರ್ಸ್ ಸಿಬ್ಬಂದಿ ಮೇಲೆ ಸೆಂಟ್ರಲ್ ರೈಲ್ವೆ ನಿಲ್ದಾಣದಲ್ಲಿ ಆಗಿರುವಂಥ ಘಟನೆ ಇದು. ಅವರು ಏರ್ಫೋರ್ಸ್ ಅಲ್ಲಿ ಕೆಲಸ ಮಾಡ್ತಾ ಇದ್ದಾರೆ. ಅಂದರೆ ಮಾಜಿ ಸದ್ಯಕ್ಕೆ ಅವರು ಹಲ್ಲೆ ಮಾಡಿರುವಂಥವರು ಆರ್ಪಿಎಫ್ ಸಿಬ್ಬಂದಿ, ರೈಲ್ವೆ ಪೊಲೀಸು. ಆರೋಗ್ಯ ಸಮಸ್ಯೆಯಿಂದಾಗಿ ರೈಲ್ವೆ ಪ್ಲಾಟ್ಫಾರ್ಮ್ನಲ್ಲಿ ಸುರೇಶನ್ ಮಲಗಿರ್ತಾರೆ. ರೈಲ್ವೆ ಪ್ಲಾಟ್ಫಾರ್ಮ್ನಿಂದ ಹೊರಗೆ ಹೋಗುವಂತೆ ಆರ್ಪಿಎಫ್ ಸಿಬ್ಬಂದಿ ಹೇಳ್ತಾರೆ. ಆರೋಗ್ಯ ಸಮಸ್ಯೆ ಇರೋದ್ರಿಂದಾಗಿ ಆಮೇಲೆ ತೆರಳುತ್ತೀನಿ ಅಂತ ಸುರೇಶನ್ ಹೇಳ್ತಾರೆ. ಆ ಬಳಿಕ ಮತ್ತೆ ಬಂದ ಆರ್ಪಿಎಫ್ ಸಿಬ್ಬಂದಿ ಲಾಠಿಯಿಂದ ಮಾರಣಾಂತಿಕವಾಗಿ ಹಲ್ಲೆ ಮಾಡಿದ್ದಾನೆ. ಹಲ್ಲೆಗೊಳಗಾದಂತಹ ಸುರೇಶನ್ ಸ್ಥಳೀಯ ಆಸ್ಪತ್ರೆಯಲ್ಲಿ ಚಿಕಿತ್ಸೆ ಪಡಿತಾ ಇದ್ದಾರೆ. ದೇಹದ ಒಳಭಾಗದಲ್ಲಿ ಗಂಭೀರ ಗಾಯವಾದಂಥ ಹಿನ್ನೆಲೆ ಖಾಸಗಿ ಆಸ್ಪತ್ರೆಗೆ ಅವರನ್ನು ದಾಖಲು ಮಾಡಲಾಗಿದೆ. ಆರ್ಪಿಎಫ್ ಸಿಬ್ಬಂದಿ ವಿರುದ್ಧ സുരേഷൻ കുടുംബ ಈಗ ದೂರನ್ನು ಕೊಟ್ಟಿದೆ. അതായത് ഞാൻ 1-ാം തീയതി ഫെബ്രുവരി നീലേശ്വരത്ത് നിന്നും എൻ്റെ വീട്ടിൽ നിന്നും മംഗലാപുരം റെയിൽവേ സ്റ്റേഷനിൽ എത്തിയതാണ്. ഞാൻ ബാംഗ്ലൂർ അവിടെ നമ്മുടെ CST മിലിറ്ററി സർവീസിൻ്റെ ക്യാൻറ്റീനിലേക്ക് കുറച്ച് ഗ്ലോബൽ ഐറ്റംസും കുറച്ച് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ വാങ്ങിക്കുന്ന എൻ്റെ ക്യാൻറ്റീൻ അവിടെയാണ്. അവിടെ വാങ്ങിക്കാൻ വേണ്ടി പോയി പോകേണ്ട പരിപാടിയായിരുന്നു. റെയിൽവേ സ്റ്റേഷൻ മലബാർ സ്ട്രീറ്റ് എക്സ്പ്രസ് ട്രെയിനാണ് വരുന്നത്. പ്ലാറ്റ്ഫോമിൽ ഇറങ്ങിയപ്പോൾ ഇങ്ങനെ അസിസ്റ്റൻ്റ് വരുന്നു. അപ്പോൾ കുറച്ച് സമയം ഇവിടെ അറസ്റ്റ് ചെയ്തു. ആൾക്കാർക്ക് പോയിട്ട് ഇറങ്ങാൻ വേണ്ടി അവിടെ അറസ്റ്റ് ചെയ്തു. അപ്പോൾ ഒരു പ്രൊട്ടക്റ്റീവ് പോലീസുകാരൻ ഒന്ന് ചോദിച്ചു മുമ്പ് ഞാനും വലിയ തീരെ സാറ് വയ്യാൻ അറസ്റ്റ് ചെയ്യാൻ. അപ്പോൾ അവർ പറഞ്ഞു ഇവിടെ അറസ്റ്റ് ചെയ്യാൻ പറ്റും, വെളിയിൽ പോകണം. അങ്ങനെ വെളിയിൽ പോകുന്നതിനാണ് പക്ഷേ നമുക്ക് തൊഴിൽ പറഞ്ഞിട്ട് റെസ്റ്റ് ചെയ്യണം, ഇത് നടക്കാൻ വയ്യ. എന്താ പറയുക, അവന് തിരിച്ചു പോയി. കുറച്ച് 10 മിനിറ്റ് കഴിയുമ്പോൾ ഞാൻ ഒത്തിരി ഇരുന്നിട്ട് മയങ്ങിയിട്ടെന്ന് വെച്ചാൽ കുറച്ച് കഴിയുമ്പോൾ 10 മിനിറ്റ് കാലൊരു അടി ഒത്തിരി എണീച്ചില്ല. ഭയങ്കര വേദനയോടുകൂടി ഒരു അടി വേദനയോടെ